നമസ്കാരം. പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ കഴിയവേ മതതീവ്രവാദം വളർത്താൻ തടിയൻ്റെവിടെ നസീർ ആസൂത്രിത നീക്കം നടത്തിയെന്ന വിവരം പുറത്തു വന്നത് 2 വർഷം മുമ്പാണ്. ഈ ലഷ്കർ ഇ തയ്യബ ഭീകരന് മൊബൈൽ ഫോൺ അടക്കം സൗകര്യങ്ങൾ എത്തിച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ട് 3 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ജയിലിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ചാന്ദ് പാഷ, തീവ്രവാദ കേസിൽ ഒളിവിൽ പോയ ജുനൈദ് അഹമ്മദിന്റെ അമ്മ അനീസ് ഫാത്തിമ എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ പ്രതികളുടെ ബംഗളൂരുവിലെയും കോലാറിലെയും വീടുകളടക്കം 5 കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വിവിധ ഡിജിറ്റൽ ഉപകരണങ്ങൾ, പണം, സ്വർണം, രേഖകൾ എന്നിവ പിടിച്ചെടുത്തു. തടിയൻ്റെവിടെ നസീർ ഉൾപ്പെടെയുള്ള ജയിൽ തടവുകാർക്ക് ഉപയോഗിക്കുന്നതിനായി നാഗരാജ് മൊബൈൽ ഫോണുകൾ ഒളിച്ചു കടത്തിയിരുന്നതായി NIA അന്വേഷണത്തിൽ തെളിഞ്ഞു. തടിയൻ്റെവിടെ നസീർ അടക്കമുള്ള തടവുകാർക്ക് ഡോക്ടർ നാഗരാജ് മൊബൈൽ ഫോണുകൾ എത്തിച്ച് നൽകുകയായിരുന്നു. ഇതിന് നാഗരാജിന് തുണയായത് പവിത്ര എന്ന നേഴ്സാണ്. ഇവർക്ക് പല്ലവി എന്നും പേരുണ്ട്. നാഗരാജിന്റെയും പവിത്രയുടെയും വീടുകൾ കൂടാതെ അനീസ് ഫാത്തിമയുടെ വീട് NIA റെയ്ഡ് ചെയ്തു. തീവ്രവാദ കേസിൽ ഒളിവിൽ പോയ ജുനൈദ് അഹമ്മദിന്റെ അമ്മ അനീസ് ഫാത്തിമയാണ് ഫണ്ട് സമാഹരണത്തിനുള്ള തടിയൻ്റെവിടെ നസീറിന്റെ നിർദ്ദേശങ്ങൾ കൈമാറിയത്. ജയിലിൽ നസീറിന് ഈ ഫണ്ട് എത്തിച്ചു കൊടുത്തതും അനീസ് ഫാത്തിമയാണ്. അതേസമയം നാഗരാജിനെ കുരുക്കിലാക്കിയത് പവിത്രയുമായിട്ടുള്ള ബന്ധം തന്നെയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സായ പവിത്രയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് NIA 70 ലക്ഷം രൂപയുടെ ഇടപാടുകൾ കണ്ടെത്തി. ആരാണ് പണം തന്നതെന്ന ചോദ്യം ചെയ്തതോടെ നാഗരാജ് ആണെന്ന് പവിത്ര പറഞ്ഞു. ചിന്താമണിയിൽ സർക്കാർ ജോലിക്കാരിയായ നാഗരാജിന്റെ ഭാര്യയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയുമായിരുന്നില്ല. ഡോക്ടർ എന്ന മേൽവിലാസം ഉപയോഗിച്ച് കാര്യമായ പരിശോധനകൾ ജയിലിൽ നേരിടേണ്ടി വരാത്തത് നാഗരാജിന് അനുഗ്രഹമായിരുന്നു. മൊബൈൽ ജാമറിനെ നിസ്സാരമാക്കി നാഗരാജ് മൊബൈൽ കടത്തിയതിന് പിന്നിലെ രഹസ്യവും മറ്റൊന്നുമല്ല. ഇയാൾ ജയിലിനുള്ളിൽ ഫോൺ വിറ്റും വാടകയ്ക്ക് നൽകിയും 1 കോടി രൂപയോളം സമ്പാദിച്ചെന്ന് NIA പറയുന്നു. 10,000 രൂപയുടെ മൊബൈൽ ഫോൺ 30,000-ലധികം രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയത്. ഫോൺ വാങ്ങാൻ പണമില്ലാത്ത തടവുകാർക്ക് ഫോണും സിമ്മും 500 രൂപ വീതം വാങ്ങി വാടകയ്ക്ക് നൽകുകയും ചെയ്തു. 100-ലധികം ഫോണുകൾ ജയിലിനകത്തേക്ക് കടത്തിയതായിട്ടാണ് വിവരം. കേസിൽ കോലാറിലെ സ്വകാര്യ ടെലികോം സ്ഥാപനത്തിലെ ജീവനക്കാരൻ സതീഷ് ഗൌഡയും പോലീസ് തിരയുകയാണ്. സിം കാർഡുകൾ നൽകിയിരുന്നത് ഇയാളാണെന്നാണ് വിവരം. നാഗരാജിന് 2023 തീവ്രവാദ കേസിലും പങ്കുള്ളതായി ജയിൽ DGP മാലിനി കൃഷ്ണമൂർത്തി പറഞ്ഞു. നാഗരാജ് കടത്തിക്കൊണ്ടുവന്ന ഫോൺ നസീർ ലഷ്കർ ഇ തയ്യബ ഭീകരപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് NIA അഭിഭാഷകൻ P പ്രസന്നകുമാർ കോടതിയെ അറിയിച്ചു. പണമടക്കം നൽകി ജയിലിൽ തീവ്രവാദികളെ സഹായിച്ചതിനാണ് ASI ചാന്ദ് പാഷ അറസ്റ്റിലായത്. തടിയൻ്റെവിടെ നസീറിന്റെ വിവിധ കോടതികളിലെ പോലീസ് എസ്കോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പണം വാങ്ങി കൈമാറി എന്നതാണ് ചാന്ദ് പാഷയുടെ മേലുള്ള കുറ്റം. 2022 സംഭവം. നസീറിന് പിന്നിൽ തീവ്രവാദ ബന്ധമുള്ള നിരവധി പേർ പുറത്തുണ്ട്. ഇവരിൽ നിന്നും ചാന്ദ് പാഷ പണം കൈപ്പറ്റിയിരിക്കാമെന്നാണ് കണക്കൂട്ടൽ. സിറ്റി ആംഡ് റിസർവിലെ ASI ആണ് ചാന്ദ് പാഷ. ജുനൈദ് അഹമ്മദ് അടക്കം 9 പ്രതികൾക്കെതിരെ NIA ഇതിനകം കുറ്റപത്രം ഫയൽ ചെയ്തിട്ടുണ്ട്. വിദേശത്ത് കഴിയുന്ന മുഖ്യപ്രതിക്കായി അന്വേഷണം തുടരുകയാണെന്ന് NIA അറിയിച്ചു. 2023 പരപ്പന സെൻട്രൽ ജയിൽ കേന്ദ്രീകരിച്ച് ലഷ്കർ ഇ തയ്യബയുടെ സ്ലീപ്പർ സെൽ നഗരത്തിൽ വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്തുമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തടിയൻ്റെവിടെ നസീറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതെന്നും കണ്ടെത്തിയിരുന്നു. ഈ കേസിൽ 8 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഈ കേസ് ഇപ്പോൾ NIA ആണ് അന്വേഷിക്കുന്നത്. ബംഗളൂരുവിലും കോലാറിലും ഉൾപ്പെടെ 5 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് 3 പേരെ അറസ്റ്റ് ചെയ്തത്. കേസിൽ മറ്റു പ്രതികൾക്കായി അന്വേഷണം നടക്കുകയാണെന്നും NIA വൃത്തങ്ങൾ വിവരം നൽകുന്നു. നിരവധി തീവ്രവാദ കേസുകളിലെ പ്രതിയും വിചാരണ പൂർത്തിയായ കേസുകളിൽ കുറ്റവാളിയെന്ന് കണ്ടെത്തി ഇപ്പോൾ തടവിൽ കഴിയുകയും ചെയ്യുന്ന കണ്ണൂർ സ്വദേശിയാണ് തടിയൻ്റെവിടെ നസീർ അഥവാ ഉമ്മർ ഹാജി എന്നറിയപ്പെടുന്ന നീർച്ചാൽ ബെയ്തുൽ ഹിലാലിൽ തടിയൻ്റെവിടെ നസീർ. കശ്മീർ റിക്രൂട്ട്മെന്റ് കേസ്, 2008 ബംഗളൂരു സ്ഫോടന പരമ്പര കേസ്, EK നായനാർ വധശ്രമ കേസ്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കാനായി നടത്തിയ കാച്ചപ്പള്ളി ജ്വല്ലറി കവർച്ച, കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസ്, അബ്ദുൽ നാസർ മദനിയുടെ മോചനം ആവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാരിന്റെ ബസ് കളമശ്ശേരിയിൽ കത്തിച്ച കേസ് തുടങ്ങിയവയാണ് തടിയൻ്റെവിടെ നസീർ ഉൾപ്പെട്ട പ്രധാന കേസുകൾ.